ഹായ്. വാലി മോഹൻദാസ് സംവിധാനം ചെയ്ത മദ്രാസുകാരൻ എന്ന സിനിമയുടെ വിശേഷമാണ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട് നമ്മുടെ ഷൈൻ നിഗം ഉണ്ട്, കലയരസ് ഉണ്ട്, നിഹാരിക, പിന്നെ അതുപോലെ തമിഴില് ഒരുവിധം ആക്ട്രസുകളുണ്ട്, പിന്നെ ഒരുപാട് ചേച്ചിമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമ ഏകദേശം 2 മണിക്കൂറിന്റെ മേലെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഈ സിനിമയിലെ കഥ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിലെ നായകനായ നമ്മുടെ ഷൈൻ നിഗത്തിന്റെ കല്യാണമാണ്. അപ്പോൾ ആ കല്യാണ സമയത്ത് അദ്ദേഹം നമ്മുടെ നായികയെ കാണാൻ വേണ്ടിയിട്ട് പുറത്തു പോവുകയും, അപ്പോൾ ആ പുറത്തു പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും, ആ ആക്സിഡന്റിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വഴക്കും, അതുപോലെ എന്താ പറയാ, വഴക്കിന് ശേഷം അദ്ദേഹം ജയിലിലാവുകയും 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരികയും പിന്നീട് ഈ വഴക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയും, അങ്ങനെയൊക്കെയാണ് ഈ മൂവി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിലിടക്ക് നമുക്ക് ഒരു 1-2 സോങ്സ് ഉണ്ട്, ഒരു 4-5 ഫൈറ്റും ഈ സിനിമയിലുണ്ട്. അതൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ ഷൈൻ നിഗം ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി മാത്രമാണ് നമുക്ക് ശരിക്കും ഒരു ഫീൽ തരാത്തത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ഇമോഷണൽ സീൻ വരുന്നുണ്ട്, അത് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ഉള്ളിലോട്ട് ഒരു ഡെപ്തായിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കഥ നമ്മൾ വിചാരിച്ച പോലെ ഭയങ്കര വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സസ്പെൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നമ്മളിത് ലാസ്റ്റിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നൊരു സംഭവം ഒന്നും ഈ സിനിമയിൽ കൊണ്ടുവരാൻ ഈ കഥക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓ അങ്ങനെ ആയിരിക്കും അല്ലേ എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അതുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നതും. പിന്നെ ഈ സിനിമയിൽ നമ്മുടെ കലയരസനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ നിഹാരികൊക്കെ കുറച്ച് സീനേ ഉള്ളൂ, അതൊക്കെ കുറച്ച് വന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ആഫ്റ്ററിന് ശേഷം ആ ഒരു കഥാപാത്രം ഇല്ല, അത്രേ ഈ സിനിമയിലുള്ളൂ. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടവർക്ക് അറിയാം, കാണാത്തവർ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റി അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയിൽ പോകുന്നത്. പിന്നെ അതുപോലെ ഈ സിനിമയിൽ ഒരു സോങ് ഉണ്ട്, നമ്മുടെ ഒരു പഴയ ഒരു മൂവിയിലെ ഒരു സോങ് വീണ്ടും ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ കേൾക്കാനും നല്ല രസമുണ്ട് കേട്ടോ. വീണ്ടും ആ പാട്ട് കേൾക്കാൻ പറ്റിയതിലൊരു എന്താ പറയാ, ഒരു സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ കുഴപ്പമില്ലാത്ത രീതിയിൽ പാട്ട് സീനുകളും പിന്നെ വിഷ്വൽസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു തമിഴ് മൂവീസ് കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് നല്ലൊരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളതായിരുന്നു. അതുപോലെയുള്ള ഇമോഷൻസ് സിനിമയിൽ വരുന്നുണ്ട്, പക്ഷെ നമുക്കത് അത്രയും ഡെപ്ത് കിട്ടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു 1 ടൈം മൂവിയാണ് മദ്രാസുകാരൻ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഈ മൂവി വാച്ച് ചെയ്യാം. കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ കമന്റ് എനിക്ക് അറിയിക്കണം. അതുപോലെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ഒരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.